മലയാള സിനിമാ പ്രേക്ഷകർ ആകാംക്ഷയോടും ആവേശത്തോടും കാത്തിരിക്കുന്ന വർഷമാണ് 2024. വാലിബനും ഭ്രമയുഗവും ആടുജീവിതം ഉൾപ്പെടെ ഗംഭീര ലൈനപ്പാണ് മലയാള സിനിമ അടുത്ത വർഷം പ്രേക്ഷകർക്കായി കാത്തുവച്ചിരിക്കുന്നത്. ഇതിൽ ആദ്യമെത്തുന്നത് ജയറാമിനെ നായകനാക്കി മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്യുന്ന എബ്രഹാം ഓസ്ലർ എന്ന ത്രില്ലറാണ്. അതിനുശേഷമാവും വാലിബന്റെ വരവ്. അഞ്ചാം പാതിര എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം മിഥുൻ സംവിധാനം ചെയ്യുന്ന ചിത്രം ജയറാം സാൾട്ട് ആൻഡ് പെപ്പർ ലുക്കിലെത്തുന്ന ചിത്രം ഒരു ത്രില്ലറാണ്. മമ്മൂട്ടി അതിഥി വേഷത്തിൽ എത്തുന്നു എന്നതും സിനിമ കാണാനുള്ള കാത്തിരിപ്പിനെ ആവേശം കൂട്ടുന്നു. തിരക്കഥ രചിച്ചിരിക്കുന്നത് ഡോക്ടർ രൺധീർ കൃഷ്ണനാണ്. ജനുവരി 11 ചിത്രം റിലീസ് ചെയ്യും. ആട്ടം. വിനയ് ഫോർട്ടിനെ നായകനാക്കി ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്യുന്ന ആട്ടം ഇതിനോടകം രാജ്യാന്തര മേളകളിൽ കയ്യടി ലഭിച്ച സിനിമയാണ്. ഗോവ രാജ്യാന്തരമേളയിൽ ഉദ്ഘാടന സിനിമയായിരുന്ന ആട്ടത്തിന് സംസ്ഥാന ചലച്ചിത്രമേളയിൽ മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള നെറ്റ്പാക്ക് പുരസ്കാരവും ലഭിച്ചിരുന്നു. വിനയ് ഫോർട്ടിനൊപ്പം കലാഭവൻ, ഷാജോൺ, സരൺ ഷിഹാബ് തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തുന്നു. ഒരു സസ്പെൻസ് ചേംബർ ഡ്രാമയാണ് ആട്ടം. 12 ആണുങ്ങളും ഒരു പെണ്ണുങ്ങളുമുള്ള ഒരു നാടക സംഘം അവരുടെ നാടകത്തിന് ശേഷം ഒരു ക്രൈം സംഭവിക്കുന്നു. ആ ക്രൈമിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ആണ് സിനിമ. ജനുവരി 5 ചിത്രം തിയേറ്ററുകളിലെത്തും. ഭ്രമയുഗം. ഭൂതകാലം എന്ന ഹൊറർ ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ രാഹുൽ സദാശിവൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന സിനിമ. ഒരു മന്ത്രവാദിയുടെ വേഷത്തിൽ മമ്മൂട്ടി എത്തുന്ന ചിത്രത്തിൽ അർജുൻ അശോകനും പ്രധാന വേഷം ചെയ്യുന്നു. സിനിമയിലെ മമ്മൂട്ടിയുടെ ഗെറ്റപ്പ് സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഭ്രമയുഗവും ഹൊറർ ത്രില്ലറാണ്. ടർബോ. മമ്മൂട്ടിയെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ത്രില്ലർ. മിഥുൻ മാനുവൽ തോമസിൻ്റെതാണ് തിരക്കഥ. വിഷ്ണു ശർമ്മയാണ് ചിത്രത്തിൽ ഛായാഗ്രഹകൻ. ജസ്റ്റിൻ വർഗീസാണ് സംഗീതം പകർന്നത്. ചിത്ര സംയോജനം ഷമീർ മുഹമ്മദ്. ബസൂക്ക. മമ്മൂട്ടിയെ നായകനാക്കി നവാഗതനായ ഡിനോ ഡെന്നിസ് സംവിധാനം ചെയ്യുന്ന ബസൂക്ക ഒരു ത്രില്ലർ മൂവിയാണ്. സരിഗമയുടെ ഫിലിം സ്റ്റുഡിയോ UD ഫിലിംസിൻ്റെ ബാനറിൽ വിക്രം മെഹ്റയ്ക്കും സിദ്ധാർത്ഥ് ആനന്ദ്കുമാറിനൊപ്പം തിയേറ്റർ ഓഫ് ഡ്രീംസിൻ്റെ ബാനറിൽ ജിനു വി എബ്രഹാം, ഡോൾവിൻ കുര്യാക്കോസ് ചേർന്നാണ് നിർമ്മാണം. ബസൂക്കയും തിരക്കഥയും ഡിനോ തന്നെയാണ്. പ്രശസ്ത തിരക്കഥാകൃത്ത് കലൂർ ഡെന്നീസിൻ്റെ മകനാണ് സംവിധായകൻ ഡിനോ. ചിത്രത്തിൽ ഗൗതം മേനോനും പ്രധാന വേഷത്തിലെത്തുന്നു. മലൈക്കോട്ടെ വാലിബൻ. ലിജോ ജോസ് പെല്ലിശ്ശേരിയും മോഹൻലാലും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമായതിനാൽ തന്നെ ആരാധകരുടെ പ്രതീക്ഷകൾ വാനോളമാണ്. PS റഫീഖിൻ്റെതാണ് തിരക്കഥ. സൊണാലി കുൽക്കർണി, ഹരീഷ് പേരടി, ഹരിപ്രശാന്ത് വർമ്മ, രാജീവ് പിള്ള, സുചിത്ര നായർ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നത്. ജനുവരി 25 മലൈക്കോട്ടെ വാലിബൻ തിയേറ്ററുകളിലെത്തുക. കത്തനാർ. ജയസൂര്യയുടെ കരിയറിലെ ഏറ്റവും വലിയ ചിത്രം ഹോം എന്ന സിനിമയിലൂടെ ദേശീയ പുരസ്കാരം സ്വന്തമാക്കിയ റോജിൻ തോമസ് ആണ് സംവിധാനം. അനുഷ്ക ഷെട്ടി നായികയാകുന്നു. R രമാനന്ദ് ആണ് തിരക്കഥ. ഗോകുലം ഗോപാലനാണ് നിർമ്മാണം. 2024 അവസാനത്തോടെ ചിത്രം തിയേറ്ററുകളിലെത്തും. ആടുജീവിതം. പൃഥ്വിരാജ് ബ്ലസി ടീമിൻ്റെ സ്വപ്ന പദ്ധതിയായ ആടുജീവിതം ഏപ്രിൽ 10 റിലീസ് ചെയ്യും. ബെന്യാമിൻ്റെ പ്രശസ്ത നോവലിനെ ആധാരമാക്കിയുള്ള ആടുജീവിതം വലിയ ബജറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അമല പോളാണ് നായിക. സംഗീതം AR റഹ്മാൻ. ആവേശം. രോമാഞ്ചം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ജിത്തു മാധവൻ സംവിധാനം ചെയ്യുന്ന ചിത്രം ഫഹദ് ഫാസിൽ നായകനാകുന്ന സിനിമ രോമാഞ്ചം സിനിമയുടെ സ്പിൻ ഓഫ് ആണെന്നും റിപ്പോർട്ടുകളുണ്ട്. തിരക്കഥയും ജിത്തു തന്നെ. മൻസൂർ അലി ഖാൻ, ആശിഷ് വിദ്യാർത്ഥി, സജിൻ ഗോപു, പ്രണവ് രാജ്, മിഥുൻ JS, റോഷൻ ഷാനവാസ്, ശ്രീജിത്ത് നായർ, പൂജ മോഹൻരാജ്, നീരജ് രാജേന്ദ്രൻ, തങ്കം മോഹൻ തുടങ്ങിയവരാണ് മറ്റു താരങ്ങൾ. വർഷങ്ങൾക്ക് ശേഷം. സൂപ്പർ ഹിറ്റായ ഹൃദയത്തിന് ശേഷം പ്രണവിനെയും കല്യാണിയെയും നായികനായകന്മാരാക്കി പ്രണവിനെയും നായികനായകന്മാരാക്കി വിനീത് ശ്രീനിവാസൻ അണിയിച്ചിരിക്കുന്ന ചിത്രം. നിവിൻ പോളിയും ധ്യാൻ ശ്രീനിവാസും സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അജു വർഗീസ്, ബേസിൽ ജോസഫ്, നീത പിള്ള, അർജുൻ ലാൽ, നിഖിൽ നായർ, ഷാൻ റഹ്മാൻ, നീരജ് മാധവർ എന്നിങ്ങനെ വമ്പൻ താരനിര അണിനിരക്കുന്നു. അജയൻ്റെ രണ്ടാം മോഷണം. ടൊവിനോ തോമസിൻ്റെ പാൻ ഇന്ത്യ സിനിമയായി ഒരുങ്ങുന്ന അജയൻ്റെ രണ്ടാം മോഷണം സംവിധാനം ചെയ്യുന്നത് ജിതിൻ ലാലാണ്. 3 കാലഘട്ടങ്ങളിലൂടെ കഥ പറയുന്ന ചിത്രം വമ്പൻ ബജറ്റിലാണ് ഒരുങ്ങുന്നത്. പൂർണ്ണമായും 3Dയിൽ ചിത്രീകരിച്ച സിനിമ 5 ഭാഷകളിലായി പുറത്തുവരും. ഗുരുവായൂർ അമ്പലനടയിൽ. ജയ 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 ഹേ എന്ന സൂപ്പർ ഹിറ്റ് ചലച്ചിത്രത്തിന് ശേഷം പൃഥ്വിരാജ്, ബേസിൽ ജോസഫ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി വിപിൻ ദാസ് സംവിധാനം ചെയ്യുന്ന ചിത്രം. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ സുപ്രിയ മേനോൻ, E4 എൻ്റർടൈൻമെൻറ്റിൻ്റെ ബാനറിൽ മുകേഷ് R മേത്ത എന്നിവർ ചേർന്നാണ് നിർമ്മാണം. മാഞ്ഞുമ്മൽ ബോയ്സ്. ജാനമൻ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്യുന്ന ചിത്രം. സൗബിൻ ഷാഫിർ, ശ്രീനാഥ് ഭാസി, ബാലു വർഗീസ്, ഗണപതി, ലാൽ ജൂനിയർ, അഭിറാം രാധാകൃഷ്ണൻ, ദീപക് പറമ്പോൾ, ഖാലിദ് റഹ്മാൻ, അരുൺ കുര്യൻ, വിഷ്ണു രഘു എന്നിവർ ചിത്രത്തിന് പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് ഒരുങ്ങുന്നത്. ബറോസ്. മോഹൻലാൽ സംവിധായകനാകുന്ന ബിഗ് ബജറ്റ് 3D ഫാന്റസി ചിത്രം. വിദേശ് നടി പാസ് വേഗ, ഗുരു സോമസുന്ദരം എന്നിവർ ചിത്രത്തിൻ്റെ ഭാഗമാണ്. മൈ ഡിയർ കുട്ടിച്ചാത്തൻ്റെ സൃഷ്ടാവ് ജിജോ പുനൂസിൻ്റെ രചനയിലാണ് ബറോസ് വരുന്നത്. ഛായാഗ്രഹണം സന്തോഷ് ശിവൻ. പ്രൊഡക്ഷൻ ഡിസൈനർ സന്തോഷ് രാമൻ. ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ ആൻ്റണി പെരുമ്പാവൂറാണ് നിർമ്മാണം. നടികർ തിലകം. ടൊവിനോ തോമസിനെ നായകനാക്കി ജീൻ പോൾ ലാൽ സംവിധാനം ചെയ്യുന്ന ചിത്രം. സുവിൻ സോമശേഖറാണ് തിരക്കഥ. സൂപ്പർ സ്റ്റാർ ഡേവിഡ് പടിക്കൽ എന്ന കഥാപാത്രമായാണ് ടൊവിനോ ചിത്രത്തിലെത്തുന്നത്. സോബിൻ ഷാഹിറാണ് മറ്റൊരു പ്രധാന കഥാപാത്രം.
തമിഴ് തെലുങ്ക് ഇൻഡസ്ട്രികളിൽ നിന്നും വമ്പൻ സിനിമകളാണ് 2024 എത്തുന്നത്. ശിവകാർത്തികേയൻ്റെ അയലാൻ, രജനീകാന്തിൻ്റെ വേട്ടയ്യൻ, ധനുഷിൻ്റെ ക്യാപ്റ്റൻ മില്ലർ, പ്രഭാസിൻ്റെ കൽക്കി, കമൽഹാസൻ്റെ ഇന്ത്യൻ 2, അജിത്തിൻ്റെ വിടാമുയർച്ചി, വിക്രത്തിൻ്റെ തങ്കലാൻ എന്നിങ്ങനെ ഒരു നീണ്ട നിര തന്നെ അണിയറയിലുണ്ട്. അപ്പോൾ 2024 ഈ നല്ല ചിത്രങ്ങൾക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും കാത്തിരിക്കാം.